അഗ്നിപരീക്ഷയിലെ കഴിഞ്ഞ ആദ്യത്തെ ടാസ്കില് തനിക്കിഷ്ടമില്ലാത്ത ആളായിട്ട് പൂജ തെരഞ്ഞെടുത്തത് ശ്യാമിനെയാണ്. അടുത്ത അവസരം കിട്ടിയത് ശ്യാമിനാണ് കേട്ടോ. ശ്യാം തനിക്ക് ഇഷ്ടമുള്ളയാളായിട്ട് പൂജയെ തെരഞ്ഞെടുക്കുന്നു. അതൊരു കിടിലൻ സ്ട്രാറ്റജി തന്നെയാണ്, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ പൂജയെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ആ സ്ട്രാറ്റജി നമ്മൾ സമ്മതിക്കണം. ബുദ്ധിപരമായിട്ട് ശ്യാം എന്ത് ചെയ്തു? തനിക്കെതിരെ തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളെ തന്നെ ശ്യാം എന്ത് ചെയ്യാണ്? തനിക്കിഷ്ടമുള്ള ആളെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുകയാണ്. സോ പൂജ അവിടെ വരുന്നു. റിയാസ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പൂജയെ തെരഞ്ഞെടുത്തത് എന്ന്. അപ്പൊ ശ്യാം പറയുന്നുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി ചേച്ചി ഇവിടെ ഇറക്കുന്നുണ്ട് എന്ന് ശ്യാം പറയുന്നുണ്ട്. ജഡ്ജസ് ചോദിക്കുന്നുണ്ട് അതേത് സ്ട്രാറ്റജിയാണ് എന്ന്. അപ്പൊ ആ കളം ടാസ്കിൽ ചാടി വന്ന് നിന്ന സ്ട്രാറ്റജിയാണ് എന്നാണ് ശ്യാം അതിന് മറുപടി കൊടുക്കുന്നത്. അപ്പൊ അഖിൽ എന്നിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് ആ ഒറ്റ ഒരു സ്ട്രാറ്റജി കൊണ്ടാണോ, ആ ഒരു കളം ടാസ്കിലെ ഒറ്റ പ്രകടനം കൊണ്ടാണോ അയാളെ ഇഷ്ടപ്പെട്ടത് എന്ന് അഖിൽമാരാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്യാം പറയുന്നുണ്ട് ആള് എല്ലാവരുമായിട്ട് ഒരു നല്ല കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, നമുക്കത് വേണമല്ലോ എന്നൊക്കെ ശ്യാം പറയുന്നുണ്ട്. ബട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരാളെ തന്നെ തനിക്കിഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്ത് ശ്യാമിന്റെ ഒരു തന്ത്രപരമായ നീക്കമായിട്ട് നമുക്കതിനെ കാണാം. ഈ ഒരു സംഭവത്തെ തുടർന്ന് പൂജ പക്ഷേ ചെറുതായിട്ടൊന്ന് അവിടെ കുടുങ്ങിപ്പോയി. എന്ന് വെച്ചാൽ പൂജയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൂജ പറഞ്ഞ് ഇത്രയും നാൾ ഞാൻ ചിന്തിച്ച് എടുത്തതൊക്കെ ഇനി ഒരു തെറ്റിദ്ധാരണയാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതായത് ഇനിയിപ്പോൾ ശ്യാമിനെ കുറിച്ച് താൻ പറഞ്ഞത് തെറ്റിപ്പോയോ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ. അപ്പൊ ശ്യാമിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന നിലയ്ക്കുള്ള ഒരു സ്റ്റാൻഡിലേക്ക് പൂജ മാറുന്നു. സോ വേറൊരു രീതി ചിന്തിച്ചാൽ മേ ബി അത് പൂജയുടെ ഒരു തന്ത്രപരമായ സ്റ്റാൻഡാണ്. കാരണം ശ്യാം തന്നെ വിളിക്കുമെന്ന് അവിടെ പൂജ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് തന്നെ പൂജ ലോക്കായിപ്പോയി. അതായത് ശ്യാമിനെ കുറിച്ച് പൂജ പറഞ്ഞതൊക്കെ നെഗറ്റീവ്, അതേ ആള് ശ്യാം വന്നിട്ട് പൂജയെക്കുറിച്ച് പോസിറ്റീവ് പറയുമ്പോൾ കയ്യടി അല്ലെങ്കിൽ ഓഡിയൻസ് സപ്പോർട്ട് പെട്ടെന്ന് ശ്യാമിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിയ പൂജ എനിക്ക് ശ്യാമിനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കുറച്ചും കൂടി സമയം വേണം, ഞാനിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്, ഈ ശ്യാമാണെങ്കിൽ നല്ല ശ്യാമാണ്, ഞാൻ നേരത്തെ വിചാരിച്ചു വെച്ചിരുന്ന ശ്യാമാണെങ്കിൽ അത് ഒരു കുഴപ്പം പിടിച്ച ശ്യാമാണ് എന്ന തരത്തിലേക്ക് പൂജയും എന്ത് ചെയ്യാണ് അവരുടെ സ്റ്റാൻഡ് നൈസിനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്യാം കാണിച്ചത് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവ് തന്നെയാണ്. ബട്ട് ഓഡിയൻസിന് മനസ്സിലാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ കുറെ കാലമായിട്ട് ഇത് കാണുന്നതുകൊണ്ട് ഇതൊരു സ്ട്രാറ്റജി എന്ന നിലയിൽ തന്നെയായിരിക്കും നമ്മൾ കാണുക. ഒരിക്കലും ഓഡിയൻസ് ഇത് ശ്യാമിന്റെ വലിയ മനസ്സാണ് എന്ന നിലയ്ക്ക് അപ്പുറം അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ കാണും. ആ സ്ട്രാറ്റജിയിൽ ആദ്യം ഒന്ന് പൂജ പതറിപ്പോകുന്നുണ്ട്. പക്ഷേ പൂജയും അവിടെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു. അതായത് എനിക്കിപ്പോൾ കൺഫ്യൂഷനാണ്, കാരണം ഒരു ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ 2 വർഷമോ കൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല. ആദ്യം ഞാൻ വിചാരിച്ച ആളാണോ ശ്യാം എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്, ഇനിയും ശ്യാമിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന ഒരു സ്റ്റാൻഡിലേക്ക് പൂജ മാറുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.